നിന്റെ അഭിഹിതമല്ലേ ഞാൻ നിന്റെ ബെസ്റ്റ് ചെയ്യല്ലേടി. കണ്ണാ ഞാൻ പണിക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ പണിക്ക് വിടത്തില്ല, സമ്മതിക്കത്തില്ല. നമുക്ക് ഈ വണ്ടിയുടെ കോമ്പോ ഇറക്കി നല്ല ഇഷ്ടം. പിന്നെ ആരെയാ ആരെ കണ്ടാ എനിക്കൊരു കാര്യം പറയട്ടെ. ഞാനേ ഇപ്പൊ നീയേ ഹെലനോട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ അവളെ കാണിച്ചു കൊടുത്തപ്പോ അവളെന്നോട് അറിയാണേ അവന്റെ ഫ്രണ്ട് അല്ലേ സംസാരിച്ചോണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നീക്ക് എന്നോട് സംസാരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ചോദിച്ചപ്പോ ഉള്ളന്ന്. അതെന്താ അങ്ങനെ? നമ്മൾ രണ്ടുപേരും ബെസ്റ്റീസ് അല്ലേ? ബെസ്റ്റിയോ? നിന്റെ അഭിഹിതമല്ലേ അടിച്ചു കറക്കി നിന്നെ. നീ ഇപ്പൊ എന്തിനു വിളിച്ച അത് പറ. എടാ വണ്ടി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സ്നേഹത്തോടെ തരൂല്ല. ഓ ആണല്ലേ ആണല്ലേ. അപ്പുക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് കണ്ണന് ഹക്ക് കൊടുത്തു കഴിഞ്ഞാ അപ്പുക്കുട്ടനില്ല, പക്ഷെ ലോറുണ്ട്. ലോറ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ആണല്ലേ ആണല്ലേ. അപ്പൊ ലോറ ഇല്ലാതെ തന്നേനല്ലേ ഇല്ലേ? ഇല്ലായിരുന്നു തന്നേനെ. ഞാൻ നിന്റെ ബെസ്റ്റ് ചെയ്യല്ലേടി. അപ്പൊ ഹെലൻ ലോറ ഇങ്ങോട്ട് വന്നേ. ലോറന്നല്ല ഇത് ദർശു. ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം നിന്നാ മതി. ഏത് കാര്യാടാ? കണ്ണനെപ്പോഴും ലോറയുടെ കാര്യം മാത്രമേ മനസ്സിലുള്ളൂ. അയ്യേ എനിക്കങ്ങനെ പെൺപിള്ളേരല്ല. ഞാൻ ഇടയ്ക്ക് എലന്റെ കാര്യം മനസ്സിലായിരിക്കും, ദർശനയുടെ കാര്യം മനസ്സിലായിരിക്കും. അല്ല നമ്മൾ അടുത്ത വണ്ടി ലോഞ്ചിന് കാണാം. അടുത്ത വണ്ടി ലോഞ്ച് ഇതിന്റെ അപ്പുറം ഗംഭീരമായിരിക്കും കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമുക്ക് ലോകത്തിൽ ഇത്ര പെൺപിള്ളേരുള്ളപ്പോ ഒരാളെ മാത്രം ചിന്തിച്ചിരിക്കുന്നത് അല്ലേ? അതാ സത്യം. ലോറ എവിടെ? ലോറ ഇറങ്ങിക്കേ. വന്നേ വന്നേന്ന് വാ. ഒരു മിനിറ്റ്. അവരുടെ കിട്ടിയില്ലേ? സമാധാനായില്ലേ? ലവ് ആൻഡ് ലൂട്ടോ? അതെന്താ ലവ് ആൻഡ് ലൂട്ട്? ഒന്നും പറ്റിയില്ല. അല്ലല്ല ഇവിടെ പറഞ്ഞോ. സത്യം പറയാലോ ലോറ, ഇപ്പഴാണ് ഞാനൊന്ന് ശരിക്കും ഫ്രീ ആയത്. എനിക്ക് മനസ്സിലായത്. എടീ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ഓടിച്ചു നോക്കി. നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഇതിന് എന്ത് പേര് ഇട്ടേ? ഇതിന്റെ പേര് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇടാനായിട്ട് പേര് അങ്ങനൊന്നും ഇട്ടില്ല. ഓ ചെലവില്ലേ പുതിയ വണ്ടി മേടിച്ചിട്ട്? ചെലവ് ചെലവ് കണ്ണാ അവിടെ നിന്ന് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ. 80. ലവ് ആൻഡ് ലൂട്ട് എനിക്ക് അറിഞ്ഞൂടാ. ലവ് ആൻഡ് ലൂട്ട് മുമ്പേ വന്നിരിക്കാം. എന്റെ അച്ഛനെ പാടത്ത് കോലം വെച്ചേക്കുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ടാ. അതിനകത്ത് വേറെ ഉണ്ടാ ആരെങ്കിലും? ഹലോ ആരാ? ഓ എന്തായിരുന്നു? അവൻ 5004 പോയിട്ടോ പോയിട്ടോ. മൈക്ക് കേട്ടൂടെ? ഞാൻ കണ്ടായിരുന്നു ലവ് ആൻഡ് ലൂട്ട്. എന്തിനാണ് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടായിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുന്ന ഒരാളല്ലേ?
ഒരു ചേച്ചിയാ. കേറ്. ആ എന്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചേ. ആ വിളിക്ക് എന്താ വിളിക്ക്. അയ്യോ ആ എന്നാ. ഹലോ ആ എന്താടി? ഒന്നുമില്ല. നമുക്ക് വണ്ടി ഒന്ന് പണിയണം കേട്ടാ. ആ പണിയുന്ന കാര്യം പറഞ്ഞപ്പോഴ കണ്ണാ ഞാൻ പണിക്ക് പോവാൻ തീരുമാനിച്ചു. എന്ത് പണി? എന്തിന്? അല്ലെ സിറ്റിയിൽ ജീവിക്കണല്ലോ. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ പണിക്ക് കൊടുത്തില്ല, സമ്മതിക്കത്തില്ല. അങ്ങനെ പണിയല്ല. പിന്നെ ഇത് ദിവസം ഒരു 1/2 മണിക്കൂർ പണിയെടുത്താ മതി. അതെന്തുവാ? എന്ത് ജോലിയാ? മറ്റേ 70-ല്. വേണ്ട വേണ്ട അങ്ങനെ പറയില്ലേ കണ്ണാ. വേണ്ട. എന്തൊക്കെ ആ ആവശ്യങ്ങൾക്ക് പൈസ ഓക്കെ ശരി. നീ പണിയെടുത്ത്. ഞാൻ അങ്ങനെ ലോറി ഓടിക്കാൻ പോയെ നാളെ തൊട്ട്. നമുക്ക് ഒന്നിച്ച് ലോറി ഓടിക്കാം. അയ്യോ ഞാൻ നാളെ തൊട്ട് ലോറി ഓടിക്കാൻ പോയെ. അപ്പൊ പ്രശ്നമില്ലല്ലോ. ഒറ്റയ്ക്കാ? ആ അതിന് ഞാൻ 1/2 മണിക്കൂറേ പോത്തുള്ളൂ. രാവിലെ പോയ രാത്രി പോകണ്ട. പറ്റത്തില്ല, ഞാൻ സമ്മതിക്കില്ലല്ലോ. അല്ല കണ്ണാ നിനക്ക് പണി എടുക്കണ്ടേ? ആദ്യം ഈ വണ്ടി ഉണ്ട്. ഈ വണ്ടിയിൽ കൊറേ പണിയാനുണ്ട്. വിഷയമാണ് ഈ വണ്ടി പണിയാൻ. എനിക്ക് വണ്ടിനെ പറ്റി സത്യം പറഞ്ഞൊന്നും അറിഞ്ഞൂടാ. ഈ വണ്ടി എവിടെയെങ്കിലും കണ്ടുണ്ടോ? എടി ഇല്ല. നമുക്ക് ഈ വണ്ടിയുടെ കോംബോ ഇറക്കിയല്ലോ. ഇത് മെക്യൂനാണ്. ഇത് മെക്യൂൻ. ഇതിന്റെ തന്നെ ഒരു ലൈറ്റ്നിങ് മെക്യൂൻ എന്ന എന്റെ പേര്. ഇതിന്റെ തന്നെ ഒരു പിങ്ക് വെർഷൻ ഉണ്ട്. പിങ്ക് നമുക്ക് ഇറക്കിയാലോ? ഒരു വണ്ടി പോരെ? കോംബോ ആവണ്ടേ? അപ്പൊ ഒന്നോളം കൊഴുക്കും. ഇപ്പൊ തന്നെ എനിക്കിപ്പോ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതറിയോ നിനക്ക്? അതെന്താ? എടി എന്നെ ഇപ്പൊ എല്ലാരും ഷിട്ടൂന്നാണ് വിളിക്കുന്നേ. എന്നെ അങ്ങനെയാടാ വിളിക്കുന്നേ? എടി ഞാനാണ് നീ ഇന്ന് വെൽക്കോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒമ്പോ ഇപ്പൊ കണ്ട വണ്ടിയുടെ ലുക്ക്. ഇത് എന്റെ ഏറ്റവും ലോ ഗ്രാഫിക്സിലെ വണ്ടി കാണുന്നേ. വാസുണ്ട പിയോയിൽ ഈ വണ്ടി ഒന്ന് കാണണം. എടുത്തോ ബ്രോ. മറ്റേ സാധനം നമുക്കൊരു ഫോട്ടോ എടുക്കാം. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ബ്രോ എനിക്ക് ഒരു ഫോട്ടോ എടുത്ത് തരുമോ? പിന്നെന്താ? സാധനം ഇടല്ല. നമുക്ക് പുറത്ത് വേറെ നല്ല സ്ഥലത്ത് പോയിട്ട് ഇടാം. ഇവിടുന്ന് വേണ്ട, വേറെ സ്ഥലത്ത് പോയിട്ട് ഇടാം. ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് ജസ്റ്റ് നോക്കാൻ ഏത് പോസ്റ്റ് ആണ്. ഇത് കൊള്ളാല്ലേ? ഇത് മതി. പക്ഷെ ആടാ പോയിട്ട് നിക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ആ വണ്ടി ഇച്ചിരി ഇങ്ങോട്ടാക്കി ഇടോ, ഇല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങുന്നാലും മതി. അങ്ങോട്ട് നീങ്ങിക്കാം. പക്ഷെ അത് ഒരു സൈഡിലോട്ട് എന്നാലും അത് ഇതാവൂളൂ. ഞാൻ നോക്കട്ടെ. എടാ ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് നോക്കിക്കോണേ. ഇങ്ങനെ ഫോട്ടോ ഇങ്ങോട്ട് നോക്കിക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ നീ അവിടെ ഞാൻ എവിടെ നിന്ന് ഇട്ട് നോക്കാവേ. ഇത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇച്ചിരി നീങ്ങിക്കാം. ഇച്ചിരി കൂടെ അങ്ങോട്ട് തിരിഞ്ഞിക്ക. അങ്ങോട്ട് ഇപ്പൊ ഇനിയും വണ്ടിയുടെ കണ്ണ് അപ്പുറത്തോട്ടോ. ബ്രോ ഇപ്പുറത്തെ വശത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ? നടുക്കിട്ടിരിക്കാൻ ഞാൻ നടുക്കോട്ടിരിക്കാം. ഇങ്ങോട്ട് നിങ്ങൾ പോസായിട്ട് നിക്ക്. ഒരു ആംഗിളിൽ നിന്ന് എടുത്തു തരാം. ഒരു ഫോട്ടോ എടുത്തരുവോ?
വണ്ടിയുടെ ലുക്ക് അങ്ങനെ ഉണ്ട്. സാലിയാണ് ബ്ലൂ. ആ ബ്ലൂ ആ ശരി ബ്ലൂ. പിങ്ക് ഉണ്ടായിരുന്നല്ലോ സ്വർണ്ണം, പിങ്ക്. ബ്രോ അല്ലാണ്ട് നേരെ വെച്ചോന്ന് എടുത്തത്. അതൊക്കെ അവൻ എടുത്തോളും. ലാസ്റ്റ് കോളോട് അടിക്കണ 10ാമത്തെ കോളാണേ. ബ്രോ ഒന്ന് മുന്നിൽ നിന്ന് നീങ്ങോ, ഇപ്പുറത്തോട്ടൊന്ന് തള്ളി വെക്കോ ആരെങ്കിലും നടുക്കോട്ട്. നടക്കോട്ടുണ്ട് സൈഡിലോട്ട്, സൈഡിലോട്ട്. സൈഡിലോട്ട് തള്ളു, റൈറ്റ് സൈഡിലോട്ടുള്ള ബ്രോയുടെ ലെഫ്റ്റ് സൈഡിലോട്ട്. ഇപ്പുറത്തൊന്ന് തള്ളി വെക്കോ. നമ്മളെ നിക്കുക, നമ്മളെ ഫ്രണ്ടിൽ കൂടെ നടന്നാ മതി. ഒരു ഫോട്ടോ എടുത്തോ. നീ ആ പുള്ളിയുടെ ഫോട്ടോ മേടിച്ചില്ല, ഞാൻ അപ്പഴത്തേക്ക് വണ്ടിയൊക്കെ എഡിറ്റ് കാണിക്കാം പിള്ളേരെ. ഇതാണ് ബ്രോ ഒന്ന് മുന്നിൽ മാറൂ. എന്റെ കൈ എവിടെ? ബ്രോ മുന്നിൽ നിന്ന് നീങ്ങോ. ബ്രോ ഒന്ന് മാറുന്നേ. അവരെ ഫ്രെയിമിൽ വരുത്തില്ലല്ലോ. എടാ അവര് ക്യാമറ മോഡിൽ എടുക്കുമ്പോ വരൂടാ. ഇല്ല വരുത്തില്ല, അതൊക്കെ പുള്ളി നോക്കിക്കോളും. അതിന് പുള്ളി എടുക്കുന്നില്ലല്ലോ മണ്ട. ഫോട്ടോ എടുക്കാം. ഒന്ന് മാറുവോ, ഞാനൊന്ന് എടുത്തോട്ടെ. നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് എടുത്തായിരുന്നല്ലേ. അടുത്ത വണ്ടി എടാ മുടിഞ്ഞു പോകൂടാ നീയൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാ. അത് കഴിഞ്ഞിട്ടോ വണ്ടി കഴിഞ്ഞു. ബ്രോ മുന്നിൽ നിന്ന് മാറുവോ, ബ്രോ മുന്നിൽ നിന്ന് മാറുവോ. ഞാൻ കറിയും മുന്നിൽ നിന്ന് മാറടാ. ഇവിടെ ആളെ കാണാനില്ല എനിക്ക്. എടാ മാറിക്കടാ, ആളെ കാണിച്ചു തരാം. ബ്രോ എല്ലാരും ഒന്ന് ഫ്രണ്ടിൽ നിന്ന് മാറി തരും ബ്രോ. ഒറ്റ ഫോട്ടോ എടുക്കാം എല്ലാരും. ബ്രോ ഒന്ന് കറുത്ത വിടപ്പെട്ട ബ്രോ. എനിക്കൊന്നും കാണില്ലട ഇവിടെ. അയ്യോ കിട്ടി. എന്തൊക്കെ കിട്ടിയാ ഇവിടെ കണ്ണാപ്പിയുടെ സൗണ്ട് കേട്ടില്ല. എല്ലാരും ഒന്ന് ഫ്രണ്ടിൽ നിന്ന് മാറണം. എല്ലാരും ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടാ. ഇതിപ്പോ എവിടെ ഫ്രണ്ട് ബാക്ക്? നേരെ പോയിട്ട് ലെഫ്റ്റ് ഇടാ. എടുത്തോ. കിട്ടി. ഇനി ഞാൻ വണ്ടി കണ്ണാപ്പി വണ്ടി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ബ്രോ വണ്ടി പണിയുന്ന സാധനം എന്നിട്ട് വരുമോ? എടി ആ കാലാപ്പാനി ബ്രോ ഇല്ലേ പുള്ളിയുടെ ഇത് മേടിച്ചേ. ഫോണൊന്ന് കാണിച്ചേ. എന്റെ ഫോണാ ഒന്നും കാണുന്നില്ലേ. ഇങ്ങോട്ടോ. പക്ഷെ ഇപ്പോഴും മറ്റേ പൊട്ടലും ചീറ്റിലേക്ക് ഉണ്ടല്ലോ. ഹലോ എന്നാ സ്ക്രാച്ച് ഉണ്ട് കേട്ടാ. അതൊന്ന് റിപ്പയർ ചെയ്യിപ്പിക്കാൻ അപ്പുറത്ത് കിറ്റ് ഇല്ല. എന്താ വണ്ടി വെള്ളം അയച്ചിട്ടുണ്ടേ. വന്നാ പിന്നെയും പൊട്ടി. കാലാപ്പാനിലെ പയ്യനാണോ? കാലാപ്പാനിലെ കാലാപ്പാനിലെ പയ്യൻ പോയാ? മാസ്ക് മാറ്റി റോണോ. അടാ ഇതൊന്ന് സാധനം ഇട്ട് തരുവാണാ. അല്ല ബ്രോ ഇവിടെ ഇവിടുത്തെ പണിക്കാരാണ്. ഇതൊക്കെയാ മതിയോ? ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ബാക്കിലോട്ട് ഒന്ന് ഈ എല്ലാരും മാറിക്കേ. ഹലോ ബ്രോ, അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും വണ്ടി. ഇവിടെ ഈ രണ്ട് സൈഡിൽ ഈ സാധനം ഉള്ളതുകൊണ്ടേ കാണാൻ പറ്റില്ല ഫുള്ള് വണ്ടി. ഹലോ കേക്കാവോ? പറഞ്ഞോ ബ്രോ. ഇങ്ങോട്ട് വരാണെങ്കിലേ ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ഫുള്ള് കാണാം. എന്റെ പുറകെയാ. അതെ ഇതാരാ? എന്നെ മറന്ന ഇത്ര പെട്ടെന്ന്. എനിക്കങ്ങനെ ഓർമ്മ എവിടാ ബ്രോ? ലൈറ്റിന്റെ നേരെ ലൈറ്റിന്റെ നേരെ താഴെയാ. ഒരു മിനിറ്റ് നിർത്ത്. ജസ്റ്റ് ഒന്ന് ഇറങ്ങാവോ? ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. എന്നിട്ട് നീ ഒന്ന് ഫ്രണ്ട് എടുത്തിട്ട് ബാക്ക് എടുത്ത് കയറിക്കോ. ഓക്കെ.
ഇത് കേറാൻ പറ്റുന്നില്ല ഇല്ല lock ഇല്ല ഇല്ല സസ്പെൻഷൻ ഒക്കെ മാറ്റണം മനസ്സിലായ? നിങ്ങൾ കണ്ട വണ്ടിയുടെ ഒരു minute. ഇത് കിടക്കുന്നുണ്ടാ ഇത് കണ്ട? അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ വണ്ടി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി കുറെ പ്രശ്നങ്ങളുണ്ട് ഈ വണ്ടിക്ക്. അപ്പൊ ഇത് പണിയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് ഈ വണ്ടി, മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് അത് ഫുള്ള് ഇങ്ങനെ കാണിച്ചു. തന്നെ കുറച്ചൊന്ന് ഫ്രണ്ട് പോയിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ ബാക്കോട്ട് വരണേ. ഓക്കെ 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 സെറ്റ്. കിട്ടിയോ? ആ ആ സെറ്റ്. ഇതാകുമ്പോ ഫുള്ള് കാണാൻ പറ്റും. അവിടെ ആകുമ്പോഴേ ടയർ ഒന്നും കാണാൻ ഇതെന്താ, പറ്റില്ല, ഇതെന്താ? വീലൊന്നും കാണൂല. ഈ ലൈറ്റ് ഇയർന്ന് എഴുതിയേക്കുന്നുണ്ടോ? ആയിട്ട് ഇത് സ്റ്റോക്ക് ഇടുമ്പോഴാണ് കറക്റ്റ് ആവുന്നുണ്ടാ. സ്പോർട്സ് ഫൗണ്ടേഷൻ സ്റ്റോക്ക് ഇടണം. നമുക്ക് ഈ കേറുന്ന സാധനം കണ്ടോ, ഇതിന്റെ കളർ പലതും വെക്കാം. കുറെ ഒന്ന് ചെയ്തേക്കണേ. ആ ഇതൊക്കെ ചെയ്യാം. അളിയാ പറ. ആ പറയടി. ആ നോക്ക്. ആ നോക്കട്ടെ. കൊള്ളാലോ ചുട്ടു. കളരി നിശ്ചയം ചുട്ടു, നീ ഇഷ്ടപ്പെട്ടു. നീ എന്താ പരിപാടി? അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് അയ്യോ വീണ്ടും വന്ന നമുക്കേ ഇപ്പൊ സിറ്റിയില് നല്ല ചീത്ത പേരാ. നമുക്കേ ഈ ആൾക്കാരുള്ള കല്യാണം കഴിക്കാനാണ് എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും കുഞ്ഞാ എന്റെ മനസ്സിൽ. ഇത് ഇന്നെ ആർക്ക് വേണം പോടാ? പിന്നെ ഇല്ല, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നമുക്കറിയാം. അറിയാം. നമുക്കറിയാം. പക്ഷെ നമ്മളിങ്ങനെ വിളിക്കുമ്പോ എല്ലാരും നമ്മള് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് അവര് തെറ്റി നാട്ടുകാർ പറയുന്നതായിട്ട് ജീവിക്കാൻ പറ്റുമോ? നാളെ എനിക്ക് നല്ലൊരു ചെറുക്കിനെ കിട്ടണ്ടേ? വേണ്ട. വേണം. ഓ അങ്ങനൊക്കെ ആയില്ലേ കാര്യം. അപ്പൊ ഇപ്പൊ എന്താ നീ പറഞ്ഞു വരുന്നത്? എന്താ? അല്ല ഒരു കാര്യം പറയട്ടെ, അപ്പൊ നിനക്ക് നല്ല പെണ്ണ് വേണ്ട? എനിക്ക് കിട്ടിയല്ലോ. എവിടെ? വെറുതെ അല്ല, ഹെലനെ മാറ്റി നിർത്തിയപ്പോഴേ എനിക്ക് തോന്നി ദർശനെ കൊണ്ടൊന്ന് വിളിച്ച് കാണിപ്പിച്ച്. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഹെലനോ? അയ്യോ എനിക്ക് ഹെലനെ ഒന്നും ഇഷ്ടമല്ല. നിനക്ക് ഏത് പെണ്ണാ കിട്ടിയേ? എനിക്ക് ആരും കിട്ടിയതില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇതിപ്പോ പറ, ഇതിപ്പോ എന്താണ് നീ പറഞ്ഞ പ്ലാൻ? എന്താ പ്രശ്നം? ഒന്ന് മാറിയിരിക്കോ, ഇച്ചിരി പ്രൈവസി തരുമോ പ്ലീസ്? എല്ലാരോടും നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. നീ എവിടെയും പൊടി അല്ല പോടാ. നമുക്ക് എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കാം. എന്തായിട്ട്? നീ പഴയ പോലെ സിഗ്നയായിട്ടും ഞാൻ നിന്നെ കാണുമ്പോ മൈൻഡിയോണ്ടിറന്നു. ഇത് നമുക്ക് ആരുമില്ലാത്തപ്പോ പക്ഷെ ഞാൻ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാ എടുക്കുകയൊക്കെ ചെയ്യണം. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നീ നിന്റെ ആൾക്കാര് അല്ലെങ്കിൽ നിന്റെ ഫാമിലിയിലെ ആൾക്കാർ വരുമ്പോ നീ എന്നെ തുപ്പണം. അപ്പൊ ഞാൻ നിന്നെ മൈൻഡ് ആക്കാണ്ട് തുപ്പണമെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനും എല്ലാം കയറി വിളിച്ചാണ്ടല്ലോ. എന്നിട്ട് അവരൊന്നും ഇല്ലാത്തപ്പോ നമുക്ക് കാണാം, വിളിക്കാറുണ്ടോ? ഈ സ്ഥിരം നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെ കപ്പിൾസ് ആയിട്ട് പോകുന്നവര് ഇങ്ങനെ പറയവേ, എന്നിട്ട് അവസാനം എന്താ അവളുമാര് വേറൊരുത്തനെ അങ്ങ് നോക്കി ആ വഴിക്ക് ആ തുപ്പലോടങ്ങ് പോകും. മനസ്സിലായോ? മറ്റവൻ അപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് തുപ്പി തുപ്പി നടക്കും. ആ പരിപാടി വേണ്ട. അവളുടെ ഐഡിയ പറയട്ടെ. എടാ അത് കപ്പിൾസ്, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എന്താണല്ലോ എനിക്ക് ഇപ്പൊ ഇങ്ങനത്തെ എനിക്ക് ട്രോമയാ. പ്ലീസ് ലോറ, എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ട്രോമ കൊണ്ടിരുന്നത്? ഇതൊക്കെ എനിക്ക് ട്രോമയാണ്. ഇത് നീ ബംഗാളിലൂടെ പോകാനല്ലേ? നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞോ. ബംഗാളിലൂടെ പോണ അത് വെച്ച് നീ എന്നെ അങ്ങ് കൊല്ലണെങ്കിൽ ബംഗാളിനല്ല ഇഷ്ടം. പിന്നെ ആരെയാ? ഇത് ആകാശത്ത് ഒരാളുണ്ട്, എന്റെ അച്ഛൻ. എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടം. കൈ ഇങ്ങോട്ട് വന്നല്ല. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്.
ആരെ? സോറി നിങ്ങളുടെ ഒന്ന് ആ ഓക്കെ ഒരു മിനിറ്റേ. വണ്ടി കഴിഞ്ഞിട്ടുണ്ടേ കണ്ണാപ്പി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പറഞ്ഞോ. തൽസ് ആണോ? ആണാണ് എന്ത് പറ്റി? അല്ല, ഒരു കാര്യം ചോദിക്കാൻ കേട്ടോ. ഞാൻ 70 പണിയിപ്പിച്ച വണ്ടിയാ. ആ നമ്മുടെ 70 ബാഡ്ജിങ് അടിച്ചില്ലേ അവന്മാര്? ഇല്ല അടിച്ചില്ലെന്ന് തോന്നുന്നു. ഞാനൊരു വണ്ടി പണിയിപ്പിച്ചത്, എന്റെ വണ്ടിയിൽ ബാഡ്ജിങ് അടിച്ചേ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇതില് ബാഡ്ജിങ് അടിക്കാൻ പറ്റൂല്ലോ ബ്രോ. ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. വാ. ഇത് ബ്രോയുടെ മറ്റേ നോർമൽ വണ്ടിയല്ലേ? ഹലോ, എന്തെങ്കിലും ചോദിച്ചായിരുന്നു? ബ്രോയുടെ നോർമൽ വണ്ടിയല്ലേ അടിച്ചത്? മറ്റേ വണ്ടിയല്ലേ അടിച്ചത്? അവിടെ കിടക്കുന്ന പോളോ. അങ്ങനത്തെ വണ്ടിയൊക്കെ അടി ബ്രോ. ഇത് എന്റെ വണ്ടിക്കകത്തെ ബ്രോ ഒന്നും സെപ്പറേറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ബാഡ്ജിങ് എന്ത് ചെയ്യാനുള്ള 3D ചെയ്ത് വെക്കണം, മനസ്സിലായോ? അപ്പൊ 3D ചെയ്ത് വെക്കുമ്പോ വണ്ടിയുടെ സൈസ് ലോഡും കൂടും. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാ കേട്ടോ. പോയി സേവ് ചെയ്യ്, ഇല്ലെങ്കിൽ അത് ലോറ, പോകും. എനിക്ക് ഇഷ്ടമുള്ള ഒരു പെങ്കൊച്ചുണ്ട്. ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇവിടെ എവിടെ? ഇവിടെ 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 കഴിഞ്ഞുണ്ട്. അളിയ ശിവൻ എന്തോ കയ്യിലുണ്ടല്ലേ? പറയാനുണ്ടെന്ന്. ഇവിടെ 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 ശിവളിയെ പറ. അളിയാ ഞാൻ അന്ധനായ അളിയാ, എനിക്കൊന്ന് കണ്ടുകൂടാ അളിയാ. super. അതെ എടാ ഒന്ന് എന്റെ വണ്ടി എടുത്തൊന്ന് കറക്കിട്ട് വന്നേടാ മയാവി. മറ്റേ പോളോയില് ബാഡ്ജിങ് നോക്കട്ടെ. കസ്റ്റം 70 ഞാനും കൂടെ ഞങ്ങൾ ഒരു കൊളാബറേഷനിൽ ഇറക്കിയത്. കൊളാബറേഷനാണ്, ലോഗോ വരെ ഇറക്കില്ല. ഹലോ ഇതാരാ പാട്ടിട്ട? ഹലോ ഹലോ. എടാ ബില്ല് അപ്പൊ തന്നെ അത് അവിടെ തന്നെ പൈസ പോകും. നിന്റെ ഓൾറെഡി പോയി പൈസ. പോയോ? പോട്ടെ. കണ്ണാപ്പി വായുവില് പോണം. അപ്പൊ മഴവേ ഞാൻ ലോറം കൊണ്ട് പോയിട്ട് പോരാവേ. ഒരു കാര്യം കാണിച്ചു തരാം. എന്ത് കാര്യം? അപ്പൊ ആലോചിച്ച് കണ്ണാപ്പി ഒന്നിറങ്ങിക്കേ. എന്താ? ഒരു മിനിറ്റ് ലോറയ്ക്ക് വാലുണ്ടോ നോക്ക്. വാലേ? അത് അവൾക്ക് അല്ലേലും പണ്ടേ വാലും കൊമ്പും ഉണ്ടായിരുന്നല്ലോ. അത് ഞങ്ങള് അവന്റെ തന്തേന്ന് പകർന്നതാ. പണ്ടി കയറാൻ ഞാൻ ബാക്കി പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടൂടെ? അത് നമുക്ക് പോയി പറയാം. ഭയങ്കര കത്തല്. വണ്ടി കയറി കേറണില്ല. കേറി. കാരണം ഞാൻ പറഞ്ഞു വന്നത് നിനക്ക് മനസ്സിലായോ? എടാ നീ സിഗ്മയായ പോലെ അഭിനയിക്കണം, പക്ഷെ സിഗ്മയാവരുത്. എനിക്കിപ്പോ അതിന് പറ്റത്തില്ല. നാട് നീടെ മൊത്തം ചുട്ടുമണി എന്ന് വിളിച്ച കളിയാക്കുന്നേ നിന്നെ എന്നെ. എല്ലാവരും കളിയാക്കുന്നില്ലേ? എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഗാങ്ങിൽ ബാക്കിയുള്ളവന്മാർ കളിയാക്കുന്നുണ്ട്. ഇത് തേക്കാനുള്ള പ്ലാനാണ്. അത് തേക്കാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അല്ലെങ്കിൽ എന്നെ അത്ര പോലും വിശ്വാസം ഇല്ല. നിന്നെ നല്ലതിനു വേണ്ടി പറഞ്ഞ പോലും അതെന്റെ തെറ്റ്. അണ്ണാ അടി നീ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഇറങ്ങിക്കേ. വെയിറ്റ് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം കൂടെ മാറ്റാനുണ്ട്. ലോറ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിത് സിഗ്മയായി എന്ത് വീണ്ടും നമ്മൾ പഴയ പോലെ മിണ്ടി തുടങ്ങുക. അതിന് നമ്മള് മിണ്ടുന്നത് ആരും അറിയില്ലല്ലോ. നിനക്ക് മിണ്ടണോന്ന് തോന്നുമ്പോ നീ എന്നെ വിളിക്കണം. ഹഗ്ഗൊക്കെ തരുമോ? അങ്ങനെ വെച്ചാ അത് വേണോ? തരുമെങ്കിൽ നോക്കാം. ഇന്നത്തെ ദിവസം നാളെ തൊട്ട് ഇന്നൂടെ നമ്മൾ ഒരുമിച്ച് നടക്കാം. ഇന്ന് വണ്ടി വന്ന ദിവസം. നാളെ മൊത്തമായിട്ട് തുപ്പിട്ടേക്കല്ലേ? ഇവനെന്താ നമ്പർ പ്ലേറ്റ് കളയത്തെ? അല്ല ബ്രോ, നമ്പർ പ്ലേറ്റ് എന്താ കളയത്തെ? പോയില്ലേ? ഞാനത് വെച്ചിട്ടുണ്ട്. വെക്കണ്ട, നമ്പർ പ്ലേറ്റ് വെക്കരുത്. അയ്യോ, ഞാനത് കളയുവാ ചെയ്തത്. ഞാനത് ഇറങ്ങി ഞാൻ ചെയ്തു തരാം. നമ്പർ പ്ലേറ്റ് ഒന്ന് കളഞ്ഞേരെ. പറഞ്ഞോ. ആര് പറയാണ്ട് വേണേ നമുക്ക് ഇനി മിണ്ട. അങ്ങനെയാകുമ്പോ നിന്നെ ആരും കളിയാക്കൂല, എന്നെ ആരും കളിയാക്കൂല. ചോദിച്ചാൽ ഞങ്ങൾ നാളെ തൊട്ടെങ്കിൽ നാളെ തൊട്ട് ചോദിച്ചാൽ ഇങ്ങനെ പറയണ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാന്ന്. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചാ എനിക്ക് റിപ്ലൈ തരണം.
പിന്നെ എന്നെ കൂടെ ഒറ്റയ്ക്ക് കാണാൻ വരണം. അതും വരും ഉറപ്പാണേ. ഉറപ്പാ. അപ്പൊ നാളെ തൊട്ട് ബാക്ക് ടു സിഗ്മ. ഓക്കെ ഞാനും. സെറ്റ് പക്ഷെ എന്ന് വെച്ചിട്ട് നീ വേറെ വല്ല പെണ്ണുങ്ങളും കൂടെ നടക്കുന്ന ഞാൻ അറിഞ്ഞ വിഷയവും. ഓക്കെ സെറ്റ്. ആ. എടാ അതിലല്ല എക്സ്ട്രാസ് ഓഫ് ചെയ്താൽ മതി അതില് നമ്പർ പ്ലേറ്റ് എല്ലാം ഓഫ് ആയി പോകും. എക്സ്ട്രാസിൽ അതെല്ലാം ഓഫ് ചെയ്താ നോക്കിയേ. ഓഫ് ചെയ്താ എല്ലാം ഓഫ് ചെയ്യും. പോകുന്നില്ല. നീ എനിക്ക് വണ്ടി വേണ്ടേ? ഇപ്പൊ എന്റെ ബിഒയിൽ പോയിട്ടുണ്ട്. നോക്കട്ടെ. ഇത് സേവ് ആക്കി നോക്കട്ടെ. നമ്പർ പ്ലേറ്റ് കളയാം. നമ്പർ പ്ലേറ്റ് അല്ല മറ്റേ എന്റെ വണ്ടി വേണ്ടേ? ഏത് വണ്ടി വേണ്ടേ? അത് നമുക്ക് മേടിക്കാം. പെർഫോമൻസിന് എന്ത് പ്രശ്നം? പോയാ ഒരു മിനിറ്റ് കേരള ഒരു മിനിറ്റ്. ഇറങ്ങടാ. നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ. എടാ ഒരു കോസ്മെറ്റിക്സ് എന്നാ അർജന്റ് വെരി അർജന്റ്. കോസ്മെറ്റിക്സ് എടുത്തോളൂ. അല്ല വേണ്ട ഇവന്റെ കാണും. എടാ കുമ്പടി ഒരു കോസ്മെറ്റിക്സ് എന്നാടാ. അടിയാവും മിക്കവാറും. ഇന്നത്തെ ദിവസം എനിക്കൊരു സമാധാനമില്ല. എന്റെ ഫോണിനോ ഞാൻ എങ്ങനെ അത്രയും പേരെ മാനേജ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഒരു പിടുത്തമില്ല. ഞാൻ കണ്ട് ഓടി നടക്കുന്നേ. അയ്യോ ഇപ്പോഴും എനിക്ക് എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. മനസ്സിലായോ? അതാണ് എനിക്ക് നിന്നോട് ശീലമായിക്കോളും. ഈ കല്യാണത്തിനൊക്കെ ഓടി നടക്കണ്ടല്ലേ? കല്യാണം ഒന്നും ഇല്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. അത് ഞാനും ഓടേണ്ടി വരും കൊറേ. ഞാൻ ഓടുന്നതിനെക്കാട്ടി കൊറേ വെള്ളം കുടിക്കേണ്ടി വരും. എവിടെയാന്ന് ഒരു മിനിറ്റ്. ലോറ നമ്മുടെ വണ്ടി സെറ്റായില്ലേ? നമ്മുടെ വണ്ടി സെറ്റായില്ലേ? എന്ത് തരാൻ? ഇന്നത്തെ തന്നില്ല. ഇന്നത്തെ ഓ ശരി. നിക്ക് നീ പിണങ്ങി പോന്ന സ്വഭാവം നിർത്തിക്കോട്ടോ. വാ. താങ്ക് യു. കുണ്ണേൽ പെണ്ണി വിളിക്കുന്നു. കുണ്ണേൽ ഞെട്ടി. ഹലോ കുട്ടി, which car is it? പോയില്ലേ നോക്കിയേ. പോയിട്ടില്ല. പോയിട്ടില്ല. എന്റെ വണ്ടിയില് ഇത് സേവ് ആക്കുമ്പോ പോകാൻ തോന്നുന്നു. എന്റെ പിഒവിയില് പോയിട്ടുണ്ട്. ഒന്ന് സേവ് ആക്കിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. സേവ് ആക്കിട്ട് എടുത്തു. കേറ്. എനിക്കിപ്പോ ഒരു ഡൗട്ട്. എന്ത്? വെറുതെ നിൽക്കുന്ന ഒരു പെണ്ണുങ്ങളെ വെറുതെ വിടുന്നില്ല. അവളുടെ വണ്ടിയാ പിന്നെ അവളുടെ വണ്ടി. അവളുടെ വണ്ടിയുടെ കളർ ഏതാ? നീയേ നീ ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ. അവളുടെ വണ്ടിയുടെ കളർ പറ. അവളുടെ വണ്ടിയുടെ കളറിന്റെ പേര് സിയാൻ കളർ. അവളുടെ വണ്ടിയുടെ കളറോ? സയാൻ. ആ കളറാണ് അവളുടെ വണ്ടിയുടെ കളർ. CYAN. ആ കളറാ. അല്ല അടി അത് ലൈറ്റിഷ് ബ്ലൂ ആടി. അതിന്റെ പേര് സിയാൻ എന്നാ. അല്ല ആണ് അവളുടെ വണ്ടി R34 സ്കൈലൈൻ. നീ എത്ര റേഞ്ച് ആവുന്ന? എന്തുവാ? കണ്ടില്ല. എന്താടി? നാളെ അഭിനയം തുടങ്ങി കഴിഞ്ഞാൽ എത്ര പേരുടെ കൂടെ പുറകെയായിരിക്കും? ഇല്ല അതൊന്നും നടക്കൂല. നീ ഈ വണ്ടിയുടെ റോഡ് പ്രസൻസ് നോക്കണേ. എല്ലാ പെണ്ണുങ്ങളും ഇവനെ തുപ്പി വിടണേ. ഞാൻ പ്രാർത്ഥിക്കാം. ഹലോ കണ്ണനാ? വണ്ടികളൊക്കെ ഇറക്കി. കണ്ണൻ പുതിയ വണ്ടി ഇറക്കിട്ട് ഒരുപാട് വർഷങ്ങളായി തോന്നല. കണ്ണുള്ള വണ്ടി ഇറക്കി. ഇത് ഏതാ കണ്ണ? ലൈറ്റ് ഇട്. ലൈറ്റ് ഇല്ല.
സൈഡിൽ ലൈറ്റ് ഉണ്ട് കേറി നോക്ക് ആക്സിലേറ്റർ എടുത്ത് നോക്ക് ഓക്കെ ഓക്കെ